ഇവിടെ നല്ല പട്ടികള് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാന്ന് അറിയാം. 2 പട്ടികൾ പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുരക്കില്ല, അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണപ്പിച്ച് നോക്കും. പശു കരയുന്നോളിലാണോ കരയുന്നത്? അല്ല, അതൊരു പശു അതിന്റെ ഇടയ്ക്കൂടെ പോയി അതാ കരഞ്ഞത്. എനിക്ക് സ്കൈ ഡൈവിംഗ് ഭയങ്കര ആഗ്രഹമുള്ള സംഭവം. എന്തായാലും അത് പക്ഷെ ഭയങ്കര, അയാളുടെ വീഡിയോ ഭയങ്കര കോമഡി ആട്ടോ. ബോധം പോയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ ടിവിക്ക്, ഇത് ആക്ച്വലി ചൈനീസുകാർ ലാബിൽ ഉണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തു അത്. ഹലോ ഫ്രണ്ട്സ്, ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മിൻ വ്ലോഗ്സ്. ഇന്ന് നമ്മള് ഈ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ അറിയാം ഇന്നൊരു സവാരിക്കുള്ള പുറപ്പാട് തന്നെയാണ്. അതെ, ഇന്ന് ഞങ്ങൾ പോകുന്നത് അബിക്കുട്ടന്റെ ഫേവറേറ്റ് ആയ സ്ഥലമാണ്. ഇറ്റ്സ് കോൾഡ് എ സഫാരി പാർക്ക്. ആൾക്ക് സൂവിൽ പോണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ സൂവിലൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഇല്ല. പക്ഷെ സഫാരി പാർക്ക് ഫോർച്ചുനേറ്റ്ലി ഓപ്പൺ ആണ്. അപ്പൊ ആളോട് ഇന്നലെ പറഞ്ഞു, ഞങ്ങള് ഒരാഴ്ച മുമ്പേ പറഞ്ഞതാ ഞങ്ങള് പോവാന്ന്. അപ്പൊ ഇന്നലെ രാത്രി തൊട്ടേ ആള് സൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആയപ്പോ 6:30 ആയപ്പോഴേ എഴുന്നേറ്റിട്ട് പറഞ്ഞു വി ആർ ഗോയിങ് ടു സൂ. ആർ വി ഗോയിങ് ടു ദ സൂ? നമ്മൾക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് അവിടെ എത്താൻ. അപ്പൊ ഇതൊരു സഫാരി പാർക്കാണ്. സഫാരി പാർക്ക് ബേസിക്കലി ഒരു എന്താ പറഞ്ഞ പാർട്ട്ലി ഓപ്പൺ ആണത്. അപ്പൊ നമുക്ക് കുറെ ആനിമൽസിനൊക്കെ വേണ്ടി ലൈവായിട്ട് കാണാം. അപ്പൊ നമുക്ക് സഫാരി ടൂറിലേക്കൊക്കെ പോയിട്ട്. അബി ആണെങ്കിൽ വിചാരിക്കുന്നത് ഈ കാർട്ടൂൺ ഒക്കെ കാണുമ്പോൾ എലഫന്റ് ഒക്കെ സംസാരിക്കുന്നൊക്കെയാന്ന് തോന്നുന്നു. റിയൽ ആയിട്ട് ആക്ച്വലി ലയൺ ടൈഗറിനെ ഒന്നും കണ്ടിട്ടില്ല. അവൻ ആക്ച്വലി കൊണ്ടുപോയപ്പോ അവൻ ഒത്തിരി കുഞ്ഞിതായിരുന്നു കൊണ്ടുപോയപ്പോ. ഞങ്ങൾ ഈ സഫാരി പാർക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 തവണ പോയിട്ടുണ്ട് അല്ലേ? 3 തവണ പോയിട്ടുണ്ട്. ഞങ്ങൾ അബി ഉണ്ടാകുന്നതിന് മുമ്പൊക്കെ പോയിട്ടുണ്ട്. ഇവൻ മോനെ കൊണ്ടുപോയപ്പോ മോൻ ഭയങ്കര ചെറുതായിരുന്നു. നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് കൊച്ചു വർത്താൻ അടിക്കുന്നില്ല, നമുക്ക് പോയേക്കാം. നമ്മൾ ഓൺ ടൈം ആണ്. 10:30 ആകുമ്പോൾ അവിടെ തുറക്കും. പക്ഷെ 10 o'clock ആണ്. 10 o'clock തുറക്കും. നമ്മള് അരമണിക്കൂറല്ലേ, ബട്ട് ദാറ്റ്സ് ഫൈൻ. ബിക്കോസ് നമ്മൾ ഫുൾ കണ്ടുവരുമ്പോഴത്തേക്കിന് വൈറ്റ് ആവും. ഹോൾ ഡേ ഉണ്ട്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന ആനിമൽസിനെ ഒക്കെ കണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. സഫാരി പാർക്ക് നമ്മൾ ഇനി 4ാമത്തെ ട്രിപ്പാണ്. നിനക്ക് ബോറടിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഞാനും ഓക്കെ. എനിക്ക് ഇഷ്ടമാണ് ഈ സഫാരി ആനിമൽസിനെ ഒക്കെ കാണുന്നത്. നമ്മള് എന്താ പറയാ, കുഞ്ഞു ഫസ്റ്റ് ടൈം സഫാരി പാർക്കിൽ പോയപ്പം എന്തായിരുന്നു എക്സ്പെക്ടേഷൻ ഇവിടുത്തെ സഫാരിയെ പറ്റി? എക്സ്പെക്ടേഷൻ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നി സഫാരി പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസ്കവറി ചാനലൊക്കെ അല്ലേ കാണുന്നത്. അപ്പൊ അതിന്റെ ഈ സഫാരി, ആഫ്രിക്കൻ സഫാരി എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ഓപ്പൺ വൈൽഡ്നെസ് ആണ്, ആനിമൽസ് ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച ആനിമൽസ് ഫ്രീ ആയിരിക്കും, പക്ഷെ ഫെൻസിങ് ഒക്കെ കാണുന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി സർപ്രൈസ്ഡ് ആയി. ഞാൻ ഈ ഫസ്റ്റ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ വണ്ടിയില് ആദ്യം ചെല്ലുമ്പോൾ റൈനോ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നു. ആൻഡ് ഞാനിങ്ങനെ നോക്കുക ഫെൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫെൻസ് ഒന്നും കാണുന്നില്ല. ആൻഡ് നമ്മൾ വണ്ടി റൈറ്റ് അതിന്റെ മിഡിലിൽ കൂടെ ആണ് പോകുന്നത്. ആനിമൽസ് എല്ലാം അടുത്ത് പോണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി ഒന്ന് ഞെട്ടി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവര് ഈ ആനിമൽസ് ആക്ച്വലി നമ്മളെയൊക്കെ കണ്ട് യൂസ്ഡ് ആണ്. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലാണ് കേട്ടോ എക്സ്പെക്ട് ചെയ്തത്. നമ്മള് ഈ ജംഗിൾ ബുക്കിലാണ് നമ്മൾ ഈ പറഞ്ഞ അതൊന്നല്ല, നമ്മൾ ഈ ഡിസ്കവറി ചാനലില് ഒക്കെ കാണുന്ന പോലെ ഞാൻ വിചാരിച്ച വണ്ടിയുടെ മുകളിലൊക്കെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെയൊക്കെ ഭയങ്കര, എനിക്ക് അഡ്വഞ്ചർ പൊതുവെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വലിയ ഇമാജിനേഷൻ കൊണ്ട് പോയപ്പോ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ആകെ ഒറ്റ കാര്യം പേടിച്ചു. നമ്മള് അന്ന് പോയപ്പോ ഫസ്റ്റ് ടൈം പോയപ്പോ ലയന്റെ ഈ എൻക്ലോഷറിനകത്ത് പോയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓഫ് റോഡ് ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ലൈനെ ഒന്നും കാണുന്നില്ല, എല്ലാം ടെന്റിനകത്ത് കയറി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പം ഒരു കൊറേ, അത് നമ്മളിങ്ങനെ ഭയങ്കര നോക്കി പേടിപ്പിക്കുന്ന പോലെ കേട്ടോ. ബിക്കോസ് അത് ഭയങ്കര, അതെന്താ നമ്മുടെ വണ്ടി ചെറുതായിരുന്നു, സ്മോൾ കാർ ആയിരുന്നു. അന്നാണെങ്കിൽ നമുക്ക് കമ്പനി കാർ ആയിരുന്നു. അപ്പൊ നമ്മള് കുഞ്ഞു വണ്ടി ആവുമ്പോ വലിയൊരു സിംഹത്തിനെ കാണുമ്പോ നമ്മൾ ശരിക്കും പേടിക്കും. ബിക്കോസ് അത് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അടുത്ത് വന്നത് നോക്കി നമ്മളെ. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും തോന്നി, പന്തികേട് തോന്നി, അവര് മിക്കവാറും ഒറ്റ അടി അടിച്ചായിരുന്നെങ്കിൽ വണ്ടി. ഈ ലയന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത്, നിനക്ക് ചെറുപ്പത്തിലെ ആനിമൽസിനൊക്കെ പേടിയാണോ? എനിക്ക് എന്തിനാ പേടിയില്ലാത്തതെന്ന് ചോദിക്കും. എനിക്ക് എല്ലാത്തിനെയും പേടിയാ, ഇരുട്ട് പേടിയാ. ആനിമൽസിനെ എനിക്ക് ഇഷ്ടമാണ്. ഈ പട്ടീനെയൊക്കെ കാണുമ്പോ. നീ പക്ഷെ വയനാട്ടിലെ കാട്ടിലല്ലായിരുന്നു? അവിടെയൊക്കെ ആനിമൽസ് ഒക്കെ ഇല്ലേ?
പിന്നെ ഞാൻ കാട്ടിൽ അതിന്റെ ഉള്ളിലല്ലേ താമസിച്ചു, ഒന്ന് പോവാൻ ചുമ്മാ. എന്റെ പാരന്റ്സ് വർക്ക് ചെയ്തത് ബത്തേരിയിലാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെയാണ് പഠിച്ചു വളർന്നത്. പക്ഷെ ഞാൻ പ്രോപ്പർ ടൗണിൽ തന്നെയായിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല അവിടെ. ഇങ്ങനെ പത്രത്തിലൊക്കെ കാണാറുണ്ട്, കാട്ടിൽ അത് വന്നു ഇത് വന്നു. നമ്മൾ ടൗണിന്റെ ഉള്ളിൽ ആനയുടെ സിംഹത്തിന്റെ പുലിയുടെ കൂട്ടം കിടന്നാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അല്ല, പക്ഷെ അവിടെ ഇച്ചിരി കൂടെ എക്സ്പോഷറും ഇതും ഒക്കെ കൂടുതലല്ലായിരിക്കും. ആൾക്കാര് ഇങ്ങനെ എന്താ പറയുന്ന മീൻസ് എഡ്യൂക്കേഷൻ വൈസ് അങ്ങനെ പറയില്ല, ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ. ഞാൻ കാട്ടിലല്ല ജീവിച്ചത്, ഞാൻ ടൗണിലായിരുന്നു. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഒക്കെ അവിടെ കൂടുതലല്ലേ? എനിക്കറിയില്ല. എന്റെ കൊച്ചിലെ ഞാൻ അവിടെ ഇതിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഫോറസ്റ്റ് ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ട്രക്കിങ്ങിനൊക്കെ അതാണ് ഞാൻ ചോദിച്ചത്. നിനക്ക് അപ്പൊ ചെറുപ്പത്തിലേ ഇങ്ങനെ ആനിമൽസിനെ പേടി എങ്ങനെ മാറുകയല്ലേ ചെയ്യണ്ടേ? അവിടെ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. വയനാട് മൊത്തം കുരങ്ങന്മാരാണോ? അവിടെ വേറെ ആനിമൽസ് ഒന്നും അല്ല, നിങ്ങളുടെ അടൂര് ബോംബെയിലൊക്കെയാണ് ഫുൾ കുരങ്ങന്മാര്. ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്ക് കാട്ടിൽ പോണം കുരങ്ങനെ കാണാൻ. നിങ്ങൾക്ക് പിന്നെ നാട്ടില് ഫുൾ കുരങ്ങന്മാരാ. നിനക്ക് അങ്ങനെ പേടി വരാൻ കാരണം എന്താ? അല്ല, പേടി എന്ന് പറഞ്ഞാല് എനിക്ക് വൈൽഡ് ആനിമൽസിനെ മാത്രല്ല, ഇപ്പൊ പാറ്റ, പല്ലി, നമ്മുടെ വീട്ടിൽ ഇപ്പൊ വളർത്തുന്ന പട്ടി, മറ്റേ ഇതൊക്കെ ഇല്ലേ നമ്മുടെ പശു, എല്ലാത്തിനും എനിക്ക് പേടി. മീൻസ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഫീഡൊക്കെ ഇപ്പൊ അന്ന് തന്നെ നമ്മള് ഈ റിയ രഞ്ജിത്തൊക്കെ വന്നപ്പോ നമ്മള് പോയില്ലായിരുന്നോ ഫാം വിസിറ്റിന്? അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ കയ്യില് ഫുഡൊക്കെ കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അടുത്തെത്തുമ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കര പേടിയാണ്, ഞാൻ കൈ ഇങ്ങ് വലിക്കും. പക്ഷെ മേ ബി ഇന്ന് ഞാൻ കണ്ടോ, ഞാൻ വൈൽഡ് ആനിമൽസിന് തന്നെ ആയിരിക്കും ഫീഡ് കൊടുക്കുന്നത്. ഞാനിന്ന് ഭയങ്കര ശക്തിയൊക്കെ സംരക്ഷിച്ച് ഇങ്ങനെ എന്താ പറയാ, ശക്തിയൊക്കെ എനിക്കറിയില്ല, ശക്തിയൊക്കെ കോംപ്ലാൻ ഷേക്ക് നമ്മളിങ്ങനെ അതൊക്കെ തന്നെ. എനിക്ക് പേടിയുള്ളത്, എനിക്ക് തോന്നുന്നു ഈ പേടി, എനിക്ക് തോന്നുന്നു എനിക്കൊരു പ്രാവശ്യം ഈ ഡോഗ് ബൈറ്റ് കിട്ടിയായിരുന്നു. കിട്ടുമല്ലോ. അപ്പൊ എനിക്ക് പട്ടികളെ, ഇപ്പോഴും എനിക്ക് ഡോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഐ ഗെറ്റ് സ്കാഡ് ലൈക്ക് ഇഫ് ദർ. അപ്പൊ ഇവിടുത്തെ ഡോഗ്സ് ഒക്കെ അറിയാലോ, നല്ല വെൽ മാനേർഡ് ആണ്. പക്ഷെ എന്നാൽ ഇതുങ്ങൾ അടുത്തു കൂടെ പോകുമ്പോ എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവർക്ക് എപ്പോഴും ഇനി തോന്നിയാലോ കടിച്ചു കളയാന്ന് കടി കൊടുക്കാൻ. എങ്ങനെയാന്ന് പറയാ, ഇവിടുത്തെ പട്ടികളൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല പട്ടി എന്ന് പറയുന്നത് നന്നായിട്ട് കുരയ്ക്കണം, വീട് നോക്കണം, അതൊക്കെയാണ് നല്ല പട്ടി എന്ന് പറയാ. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയും പട്ടി. ഇവിടെ പട്ടികൾ കുരയ്ക്കാൻ പാടില്ല, എന്ത് വിചിത്രമായ ലോകം അല്ലേ? അപ്പൊ പറയും ഇതിന് നല്ലതായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടില്ല, വെൽ മാനേർഡ് അല്ലാത്ത പട്ടിയെന്ന് പറയും. ഇവിടെ നല്ല പട്ടികള് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാന്ന് പറയും. 2 പട്ടികൾ പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുരക്കില്ല, അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണപ്പിച്ച് നോക്കും. മണപ്പിച്ച് നോക്കിയിട്ട് അതുങ്ങളോ മണപ്പിക്കുന്ന സ്ഥലങ്ങൾ നല്ല ഞാൻ പറയുന്നില്ല. അതുപോലെ വേറൊരു സംഭവം ഉണ്ട്, നമ്മളിപ്പോ പോകുമ്പോ ഏതെങ്കിലും ഒരു ഓണറിന്റെ പട്ടി നമ്മളെ കടിക്കുവാണെങ്കിൽ നമുക്ക് ഹൈ കോമ്പൻസേഷൻ കിട്ടില്ലേ, ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യാനൊക്കെ പറ്റില്ലേ? പട്ടി ഇൻഷുർഡ് ആണെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധം ഇവിടെ. ഇൻഷുറൻസിനായിട്ട് പോയി കടികളരുത് കേട്ടോ. ജീവൻ ആക്ച്വലി പറഞ്ഞാല് ആനിമൽസിനെ ഒന്നും വലിയ പേടിയൊന്നും ഇല്ല. ഇപ്പൊ പാമ്പിനെയൊക്കെ നമുക്ക് എടുക്കാനുള്ള ഇങ്ങനെ നമ്മൾ കാണാനൊക്കെ ചെല്ലുമ്പോ പാമ്പിനെയൊക്കെ നമുക്ക് തോളത്ത് വെക്കാനും തൊടാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയപ്പം ജീവനത് നന്നായിട്ട് യൂസ് ചെയ്തു. എല്ലാത്തിനെയും പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് തൊടാൻ പോലും, ഒരു വിരൽ കൊണ്ട് അതിന്റെ അറ്റം തൊടാൻ പോലും എനിക്ക് പേടിയാണ്. പക്ഷെ അത് എന്താണെന്നറിയാമോ, അതൊക്കെ ട്രെയിൻഡ് അല്ലേ, അവിടെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാ. പക്ഷെ ഈ റാൻഡംലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നാട്ടില് ഞാൻ ചെന്നപ്പോ ഈ പാമ്പ് ഞാൻ കണ്ടം വഴി ഓടിയിട്ടുണ്ട്. പാമ്പാണ് എനിക്ക് ഒരു രക്ഷയില്ല, ഞാൻ കണ്ടാൽ തന്നെ ബോധം കെട്ട് വീഴും. ബിക്കോസ് ഈ ആൾക്കാരൊക്കെ പറയും ഇന്ന പാമ്പാണ്, അത് കടിച്ച വിഷമാണ്, ഇന്ന അത് സാരമില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഈ എഴയുന്ന സാധനത്തെ കാണുമ്പോ എല്ലാം എനിക്ക് തോന്നുന്നു മൂർഖം പാമ്പാണ്, ഒറ്റ പിടിയില്ല. നമുക്കപ്പം ആ ടൈമില്ലല്ലോ ഇതിന്റെ പാറ്റേൺ നോക്കിയിട്ട് ഇത് വിഷമുണ്ടോ വിഷം ഇല്ലാത്തതാണോ എന്ന് പറയാൻ വേണ്ടി. നമ്മൾ നോക്കുമ്പോ പാമ്പ് ഒരൊറ്റ ഓട്ടാണ്. അല്ല, കുഞ്ഞിന് കണ്ടാൻ വഴി ഓടാനെങ്കിലും പറ്റും, ഞാനാണ് ഇവിടെ ബോധം കിട്ടും. പക്ഷെ ചിലപ്പോ നമ്മള് പാനിക് കൊണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാ, ഞാൻ ബോധം കിട്ടും, ഉറപ്പ് ബോധം കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഇങ്ങനെ പേടിയുടെ കാര്യമൊക്കെ പറയുമ്പോ എനിക്ക് പേടിയില്ലാത്തൊരു സംഭവമുണ്ട്. എനിക്ക് ഹൈറ്റ്സ് ഒന്നും പേടിയില്ല, എനിക്ക് അങ്ങനത്തെ ഒക്കെ അഡ്വഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരെ മറിച്ച് ജിബിന് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ കല്യാണം കഴിച്ച് ഇവിടെ വന്ന സമയത്ത് ആദ്യം ഓൾട്ടൺ ടവറിൽ പോയി. ഓൾട്ടൺ ടവറിൽ പോയിട്ട് എല്ലാ റൈഡിലും നമ്മുടെ വണ്ടർല പോലത്തെ ഒരു സംഭവം. അവിടെ നല്ല വണ്ടർലൈനേക്കാളും പക്ഷെ ഭയങ്കര അടിപൊളി ഹൈറ്റ്സും കുറെ നല്ല അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് സ്കേറിയാണ്,
ആണ്. എന്തായാലും ഞാൻ എല്ലാത്തിനകത്ത് ജിബിനോട് പറയും വാ 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 നമുക്ക് കയറാം. അപ്പൊ ജിബിൻ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യും നോക്കിയിട്ട്, എന്നിട്ട് പറയും ഓയ്യോ ഇത് വേണ്ട ഞാൻ വലിച്ചു പിടിച്ച് കയറ്റിയായിരുന്നു. എന്നിട്ട് മോളിലൊക്കെ ചെല്ലുമ്പോ ബാക്കി എല്ലാരും വളരെ കൂളായിട്ടിരിക്കും. ജിബിൻ അയ്യോ എന്റെ അമ്മേ എന്ന് പറഞ്ഞ നിലവിളിയൊക്കെ അതിന്റെ ഓർമ്മയുണ്ട്. അതിന്റെ മോളിൽ ചെന്ന് എന്നെ തെറി വിളിച്ചത്. പക്ഷെ എന്താണെന്നറിയാമോ, എനിക്ക് ആക്ച്വലി പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് അത്രയും പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മാരേജ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒക്കെ ഈ കാർ സ്പീഡിൽ ഓടിക്കുന്നത് ഇച്ചിരി പേടിയാകാൻ തുടങ്ങി. ഹൈറ്റ് എന്തോ പേടിയാകുന്നത്. ബേസിക്കലി ഞാൻ പേടിച്ചു പോയി കല്യാണം കഴിച്ചു. എന്തൊക്കെ കള്ളത്തരങ്ങളാ പറയുന്നത്. ഹൈറ്റ് കുഞ്ഞിന് ആക്ച്വലി പേടി തന്നെ, അല്ലെങ്കിൽ പിന്നെന്തുവാ. അല്ല, എനിക്ക് പണ്ട് പേടിയില്ലായിരുന്നു. ഞാൻ പണ്ടൊക്കെ നമ്മൾ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്നൊക്കെ ചാടുകയൊക്കെ ചെയ്യായിരുന്നു. ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടി കളിച്ചോണ്ടിരുന്നപ്പോ മീൻസ് 10 നിലയുടെ മേളിൽ നിന്നല്ല, 1-2 നിലയിൽ നിന്ന് ഇങ്ങനെ ഈ പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്ത വീടുകളുടെ അവിടെയൊക്കെ നമ്മൾ ഈ അവിടെയൊക്കെ ഫ്ലാറ്റ് സിസ്റ്റം അല്ലേ, അപ്പൊ അവിടെയൊക്കെ കളിക്കുമ്പോ നമ്മള് ഇങ്ങനെ എടുത്ത് മതിലിന്റെ മുകളിൽ ചാടുക. അതിലല്ലോ 1-2 നിലയൊക്കെ കാണൂടോ. പിന്നെ 2 നിലയുടെ മുകളിൽ ചാടല്ലേ. കൊച്ചിലൊക്കെ നമ്മുടെ ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് അത്ര നമ്മള് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ത്രില്ലൊക്കെ സീക്കും. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമുക്ക് ഇച്ചിരി പേടിയൊക്കെ ആവും. അതാന്ന് തോന്നുന്നു. പെടായി. അപ്പൊ നമ്മൾ അങ്ങനെ സഫാരി പാർക്കിലെത്തി. ഈ സഫാരി പാർക്കിന്റെ പേര് വെസ്റ്റ് മിഡ്ലൻഡ് സഫാരി പാർക്ക് എന്നാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പൊ സമ്മറൊക്കെ ഏകദേശം തീരാറായോണ്ട് പിള്ളേരെ കൊണ്ട് എല്ലാരും ഇറങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു. സമ്മറിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മൺഡേ തൊട്ട് ഇനി ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ലോക്ക്ഡൌൺ ഒക്കെ ചിലപ്പോ ഒന്നും കൂടെ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. 6 പേരുടെ കൂടുതൽ ഇനി കൂടാൻ പാടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും ഫാമിലി ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതാ ഇന്ന് തിരക്ക്. ബിക്കോസ് യൂഷ്വലി ഞങ്ങൾ വരുമ്പോ ഇത്രയും തിരക്ക് കാണാറില്ല. ഇന്ന് നല്ല തിരക്കുണ്ട്. ഞങ്ങള് ജസ്റ്റ് എൻട്രൻസിന്റെ അവിടെയാണ് ഇപ്പം വണ്ടി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ കണ്ടാലറിയാം എന്തോരം ട്രാഫിക് ആണ്. ഒന്ന് തിരിച്ച് ക്യാമറ അവർക്ക് കാണാം. ഇച്ചിരി കൂടെ പൊക്കണം. ഇന്ന് ക്യാമറ വർക്ക് ഞാനാണ്, അതുകൊണ്ട് ചിലപ്പം ക്യാമറ വർക്കിൽ വലിയ ക്വാളിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ജിബിൻ ആക്ച്വലി നന്നായിട്ട് ക്യാമറ വർക്ക് ഇല്ല. പിന്നെ ഞാൻ ക്രിസ്റ്റഫർ നോളാനല്ലേ, അതാരാന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ജിബിൻ നല്ലതായിട്ട് ക്യാമറ വർക്ക് ചെയ്യും. ഐ മീൻ വീഡിയോഗ്രാഫി. ക്യാമറ ഞാൻ ചെയ്യും, വീഡിയോ എന്റെ അത്ര നല്ലതല്ല. Abhi, the dinosaur will come and catch you, Abhi. Go away. നീ ശൂശു go away എന്നൊന്നും പറഞ്ഞ അത് go away ചെയ്യില്ല. അതേണ്ട, നമ്മുടെ ടിക്കറ്റ് ഒക്കെ റെഡിയാണ്. ഇനി ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമൽ ഫുഡ് വാങ്ങണം. അല്ലെങ്കിൽ ഇതുങ്ങളൊന്നും വരത്തില്ല. ഇതുങ്ങൾ അങ്ങ് ശീലിച്ചു കഴിച്ച്. അപ്പൊ നമ്മൾ ചുമ്മാ കൈ വീശി ചെന്നാൽ അതുങ്ങൾ വരില്ല. ഫുഡൊക്കെ കൊടുക്കണം. എന്താ അല്ലേ? Abhikuta, can you take your shoes off? Yeah. Can you put it down? Put it down. Ada, put it down. Put the shoes down. Put it down. Come on. Not with daddy, with mommy. Okay, you can't get the steering. Come on. Come. Careful. Good, you took your shoes off. Yeah. Oh, that's a lollipop. Can daddy have a bit of lollipop? Can daddy give a lick? Can mommy have a lick, Abhi? Sharing? Nom nom nom. Tiger. That's a tiger, yes. This is a lemur. Lemur. The elephant. No, look. Abhijit, look. There is a rhino there. But ticket ഒക്കെ റെഡിയാണ്. Hiya. Yes. Animal food, please. What's the size of the box? Yeah, 2, please. Card, please. I've got cash actually, if that's okay. The big box. Yeah, we got to give big box of food. Yeah, box of food. Should we get one more? What is the size? Can I get one more box, please? Yeah.
What is the size of the It's dog? quite Small. Yeah. Thank you. You too. Thank you. This is animal food. Animal food. Yeah, it's animal food. You don't have to open now. Wait. Rhino, come here. Come here. What's it? Yeah, the rhino is eating grass. Eating grass. Eating grass. It's coming. Oh. Look, 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 look. Come. Oh, Gruffalo here. Give food to Gruffalo here. ഇത് ഗ്രഫലോ അല്ലല്ലോ, ഇത് ബഫലോ അല്ലേ? Abhi, ida, give food. Food to Gruffalo. Give food. Give food. Come. പേടിയില്ലാത്ത ആൾക്കാര്. Come on, Cheetah. Cheetah, come on, bye-bye. Bye. Bye. Oh, look, it's there. There is another one. Lion. ഇന്ന് ആശാന്മാരെല്ലാം നല്ല ഉറക്കാണല്ലോ. ഇത് ടോട്ടൽ റിലാക്സേഷൻ ആണെന്ന് തോന്നുന്നു. അതെ, ഇത് മിക്കവാറും പൈസ വസൂലാവുന്ന ലക്ഷണമൊന്നും ഇല്ല. Light me up with a bright smile on now. Put me in the dark, so won't get lost now. Take care. Say bye-bye, Rhino. Bye-bye, Rhino. Take care. See you later. Bye-bye. Bye-bye. And nothing got it feel like a slim night. Now I'm waiting for you, but don't hurry, oh slowly. Oh yeah, I'm moving so fast. Look into my eyes, together feel so high. To make a way through twilight, my only, my bestie. To my life, let me if you want tonight. Little more shining star to the sky, looking high. All the people, you're the one and only you know. Want to be with you, come on in. Somebody else. Give it a kiss, Abhi. Oh, it's so smelly. Come here. They're so cunning. Yeah, I know. No, don't pluck his hair. അവന്റെ മുടി വരയ്ക്കുന്നത്. Finish. Bye. Yeah, he's hungry. എന്നെ കൊടുക്ക് കുറച്ചുകൂടെ ഫുഡ്. ഇവിടെ ഇഷ്ടംപോലെ food He's not hungry. We'll go there. Give a kissy, kissy. Tiger. Yeah, he's Tiger. It's gone. It's gone. Okay. ഇവര് പുല്ല് മാത്രമേ തിന്നുള്ളൂ തോന്നുന്നു. ബാ 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 ബാ. ഇവര് ഭയങ്കര ചിമിടാവും. ഇവര് വരില്ല. ഇതേ മൂത്രം ഒഴിക്കുന്നു. ഒന്ന് എറിഞ്ഞ് താഴേക്ക് ഓർമ്മ ഇട്ടെ. നിന്നെ ഞാൻ കടിച്ചു തിന്നൊന്നുമില്ല. വന്ന് തിന്നടാ. എന്നെക്കാളും പേടിയാ ഇവർക്ക്. ബാ. Are you going? Open door. ഓപ്പൺ ദ ഡോർ. നിന്നെ പിടിച്ച് തിന്നോടാ, അല്ലാതെ Elephant തിന്നൊന്നുമില്ല. പക്ഷെ നിന്റെ അടുത്ത് തൂക്കിയെടുത്ത് എറിയും. ഏൾസ്ട്രയിൽ എത്തിക്കും. Hi. എന്താണ് എന്റെ മക്കള് പിടിച്ചോണ്ട്? ഞാൻ അവനെ പിടിച്ചോണ്ടിരുന്നു. പോലെ Hello. Love you. അയ്യാറ് ക്രൈന്നവൻ അവനോട് തന്നെ ചോദിക്കുക. It's coming. Oh, it's coming here. Look. Oh. Look. Giraffe. ഇല്ലടാ. പാത്രത്തോട് കൊണ്ടുപോയോ? മുഴുവൻ തിന്നോ? അത്രയ്ക്ക് വിശപ്പാണ്.
കരയുന്നോളിലാണോ കരയുന്നത്? അല്ല, അതൊരു പശു അതിന്റെ ഇടയ്ക്കൂടെ പോയി അതാ കരുതത്. റൈനോയും പശു ഒരുപോലെ കരയുന്നത്. യു ഡോണ്ട് ലുക്ക് വെരി ഹാപ്പി. അങ്ങനെ കാർ സഫാരിയുടെ ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ വാക്കിംഗ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് റെപ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയുള്ളത്. പിന്നെ കുറച്ച് അക്വേറിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മയും മോനും ദേ ഓൾറെഡി ഇറങ്ങി പോയി കഴിഞ്ഞു. നമ്മളിതേ പുറകെ ഇനി ക്യാച്ചപ്പ് ചെയ്യണം. ഞങ്ങളിങ്ങനെ നടന്ന് അകത്ത് വന്നപ്പോഴാണ് റിയലൈസ് ചെയ്ത് ഇനി ഒരു പ്രോഗ്രാം കൂടെ കാണാൻ ബാക്കിയുണ്ട്. ഒരു സീലും ബോൾഡേഴ്സിന്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി കൂടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓൾറെഡി ഞങ്ങൾ ടയേർഡ് ആണ്. ഇവിടെ ലേറ്റ് ഈവനിങ്. ആക്ച്വലി നമ്മൾ ഈ അഡ്വഞ്ചറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ അമ്യൂസ്മെന്റ് പാർക്കിലല്ലേ നമുക്ക് അങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്നത്. നിനക്ക് ഏതെങ്കിലും അഡ്വഞ്ചറസ് സംഭവങ്ങൾ ചെയ്താൽ കൊള്ളാന്നുണ്ടോ ഇനി? എനിക്ക് സ്കൈ ഡൈവിംഗ് ഭയങ്കര ആഗ്രഹമുള്ള സംഭവം. എന്തായാലും സ്കൈ ഡൈവിംഗ് അല്ലേ? സ്കൈ ഡൈവിംഗ് ആക്ച്വലി എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് സ്കൈ ഡൈവിംഗ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാന് നമ്മളാ സിപ്പ് ലൈൻ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ മറ്റേ എടുത്ത് ചാടിയത് സിപ്പ് ലൈൻ നല്ലായിരുന്നു. അത് നമ്മളിങ്ങനെ ഒരു മൗണ്ടൻ ടോപ്പിന്റെ മോളിൽ നിന്ന് നമ്മള് ഇങ്ങനെ താഴേക്ക് നമ്മളൊരു വള്ളിക്കകത്ത് തൂക്കിയിട്ട് ഒറ്റ വിടിയിലാവും. അപ്പൊ നമുക്ക് താഴെ റിവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റിവറിൽ നമ്മുടെ കാലൊക്കെ തട്ടി വെള്ളത്തിലൊക്കെ തട്ടി നമ്മളിങ്ങനെ ആ റിവർ ബാങ്കിലേക്ക് ചെന്ന് ഇറങ്ങുന്നത് നല്ലായിരുന്നു. പക്ഷെ ഈ നീ പറഞ്ഞ പോലെ സ്കൈ ഡൈവിംഗ് ആക്ച്വലി എനിക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ അകത്ത് ആ പുള്ളിക്കും അങ്ങനെ താല്പര്യം ഉണ്ടായിട്ടാണല്ലോ ചെയ്തത് ആ പുള്ളി. പക്ഷെ പുള്ളി മിഡ് വേ ചെന്നിട്ട് ബോധം കിട്ടുപോയി. എനിക്ക് തോന്നുന്നു അത് കണ്ടപ്പോഴത്തേക്കും എനിക്കും തോന്നി വലിയ ധൈര്യമൊക്കെ ശേഖരിച്ച് ഞാനെടുത്ത് ചാടും. പക്ഷെ ഹാഫ് വേ ആവുമ്പോ ബോധം കിട്ടുപോകുന്നൊരു ഡൗട്ട് ഉണ്ട്. അത് പക്ഷെ ഭയങ്കര അയാളുടെ വീഡിയോ ഭയങ്കര കോമഡി ആയിട്ട്. ബോധം പോയാലും കുഴപ്പമില്ലല്ലോ, കൂടെ ട്രെയിനർ ഉണ്ടല്ലോ. ട്രെയിനർ ഉണ്ട്. പക്ഷെ അയാളുടെ പേരത്ത് വാളൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതാണെങ്കിൽ യൂട്യൂബിലിട്ട് ഫേമസ് ആക്കും നമ്മളെ. ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോഴാണ് ഇനി റൈറ്റ് ടൈം. നമ്മൾ ഇനി പതുക്കെ നല്ല ട്രാവലുകളൊക്കെ ചെയ്യണം എന്നുള്ള ഡിസിഷനിലായിരുന്നു. ഞങ്ങള് ഈ സമ്മറില് സ്പെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുത്തിരുന്നു. പിന്നെ ഈ കൊറോണ ടൈം ആയത് കാരണം എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഒരു ഹാർഡ് ടൈം ആണ് ഇത്. ശരിക്കും എല്ലാവർക്കും ഹാർഡ് ടൈം ആണ്. ബിക്കോസ് ഇത് എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ ടി വിക്ക് ഇത് ആക്ച്വലി ചൈനീസുകാർ ലാബിൽ ഉണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തു. അത് ഇതൊന്നും മറ്റേ എന്താ പറയുന്ന ഇങ്ങനെ ഈ എന്തോ ബാറ്റും ഇങ്ങനത്തെ വെറ്റ് മാർക്കറ്റിൽ നിന്നൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഈ സീ ഒക്കെ മാലിന്യത്തിന്റെ അകത്തു നിന്നൊക്കെ വന്നേന്ന് അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു എന്തോ ഗവൺമെന്റിന്റെ അവരുടെ ലാബിൽ എന്തോ ഇങ്ങനത്തെ ബാഡ് സ്ട്രെയിൻ ഓഫ് കൊറോണ വൈറസിന് എന്തോ ഹാർബർ ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ എന്തോ കയ്യബദ്ധമാണെന്ന്. അപ്പൊ അതിനെപ്പറ്റി ഉണ്ടായിരുന്നു ഒരു പുള്ളിക്കാരി, ചൈനയിലുള്ള ഒരാള്, പുള്ളിക്കാരി ലൈവ് വന്നു. പുള്ളിക്കാരി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഇതിനെപ്പറ്റി, ഏതോ ഓർഗനൈസേഷൻ. അപ്പം ചൈനീസ് ഗവൺമെന്റ് ഒത്തിരി ഇത് എന്താ പറയുന്നത് കൺസീൽ ചെയ്ത് പുള്ളിക്കാരി പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിയുടെ ലൈഫിന് ത്രെറ്റായി. പുള്ളിക്കാരി അവിടുന്ന് ഓടി ചൈനയിൽ നിന്ന്. അവരെ കൊല്ലുന്ന അവരുടെ ഫാമിലിക്കൊക്കെ ഒത്തിരി ത്രെഡ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരി അവിടുന്ന് പുള്ളിക്കാരി ഏതോ ഒരു അമേരിക്കൻ ഒരു യൂട്യൂബറാ ഹെൽപ്പ് ചെയ്തത്. മനഃപൂർവ്വമാണോ ഈ വൈറസിനെ റിലീസ് ചെയ്തത്? അവർ മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് അത്ര ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവര് പറഞ്ഞത് ഇതാണ്, ബേസിക്കലി ഈ വൈറസ് ആക്ച്വലി ഇവർക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി ഒത്തിരി ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ഇവർക്ക് ദേ ഓൾറെഡി ഹാഡ് ദിസ് ഇൻഫർമേഷൻ, ചൈനീസ് ഗവൺമെന്റിന്. പക്ഷെ അവരത് കൺസീൽ ചെയ്യാൻ നോക്കി. അപ്പം ആദ്യമേ ഇങ്ങനത്തെ ന്യൂമോണിയ ടൈപ്പ് കേസുകളൊക്കെ വന്നപ്പം ദേ ഡിഡന്റ്. പിന്നെ വേറെ ഒരു അലഗേഷനും പറഞ്ഞു
പുള്ളിക്കാരി പറഞ്ഞു ഇതിനകത്ത് WHO-ക്കും റോൾ ഉണ്ടെന്ന്. WHO-ക്കും എന്തോ കള്ളത്തരം കാണിച്ചു എന്നാ പറഞ്ഞവര്. ഭയങ്കര അലഗേഷൻസ് ആണ്. അവരെന്തോ അതിനെ പറ്റി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട്. അതിനി വരുവത്. ഇപ്പൊ നമ്മളൊന്ന് ചുമക്കുമ്പോ തന്നെ നമുക്ക് പേടിയാണ്. കാരണം ഇവിടെ ഇനിയിപ്പോ വിന്റർ ടൈമിലാണ് ഈ കൊറോണ ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര ബാഡ് ആവുന്നതെന്നാ പറയുന്നത്. ഈ ഭയങ്കര ചൂടുള്ള സമയത്ത് ഇത് ഇത്രയും പെട്ടെന്ന് ഉണ്ടാവില്ല. വിന്റർ ടൈമിൽ ഇനിയിപ്പോ കഴിഞ്ഞ വിന്ററിൽ ആക്ച്വലി പറഞ്ഞാൽ ഈ കൊറോണ ലൈക്ക് സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രോബബ്ലി നമ്മൾ ചെക്ക് ചെയ്തിട്ട് അന്ന് കൊറോണയെന്ന് അറിയില്ലല്ലോ. ഇവിടെ യൂഷ്വലി വിന്റർ ടൈമിൽ എല്ലാവർക്കും ഈ എന്താ പറയാ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഫ്ലൂ വാക്സിനേഷൻ ഒക്കെ ഒക്ടോബർ ടൈം ആവുമ്പോഴേ എല്ലാവർക്കും എടുക്കാനുള്ള ഇതുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സത്യം പറഞ്ഞാല് നല്ല ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, അഭികുട്ടനും ഉണ്ടായിരുന്നു. എന്റെ അബിയുടെ ചുമയൊക്കെ ശരിക്കും ഇങ്ങനെ ഡ്രം അടിക്കുന്ന പോലത്തെ ചുമയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു യൂഷ്വൽ വിന്റർ ടൈമിൽ നമുക്കിങ്ങനെ എല്ലാവർക്കും തന്നെ വിന്ററിൽ ഓരോ വൈറൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതാണെന്ന് വിചാരിച്ചു. പക്ഷെ മേ ബി ഇപ്പൊ ഈ കൊറോണയുടെ സിംറ്റംസ് എല്ലാം കേട്ടപ്പോ ഞാൻ വിചാരിക്കായിരുന്നു നമുക്കൊക്കെ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവും. അത് ഈവൻ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നു. ഇവിടെ ഇംഗ്ലണ്ടിലെ മിക്ക ആൾക്കാർക്കും സെയിം സിംറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആന്റിബോഡി ഒന്നും പിന്നെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്തില്ല. ഞാനും അഭിയും ചെയ്തില്ല. അപ്പം ചെയ്തു നോക്കി അറിയാം. വർക്ക് പ്ലേസിൽ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും ടെസ്റ്റിംഗ് ഉണ്ട് നമുക്ക്. പക്ഷെ അതിപ്പം കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്തിനാ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എനിക്കൊന്ന് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉള്ളവർക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്കിവിടെ ടെസ്റ്റിംഗ് ഒന്നും പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എന്തായാലും നമുക്കൊരു 2021 എങ്കിലും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. 2020 ഇങ്ങനെ അങ്ങ് പോയി. 21 ഹോപ്പ്ഫുള്ളി നമുക്ക് നല്ലൊരു ടൈം ആയിരിക്കും തന്നെ വിശ്വസിക്കാം. വിചാരിച്ച 2020 എന്താണ് ഫുൾ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3 മാസം കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ന്യൂ ഇയർ ആയി. പക്ഷെ 20 എങ്ങനെ പോയി എന്നറിയില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു 2020 പോയത്. ഇത് എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത് നോർമൽ ഒരു നാച്ചുറൽ രീതിയിൽ ഉണ്ടായ ഒരു വൈറസ് സ്ട്രെയിൻ അല്ല. അത് ആ പുള്ളിക്കാരി പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് ലാബിൽ നിന്ന് എന്തോ ചെയ്ത ഒരു വൈറസ് ആണ്. എന്തായാലും നമുക്ക് 2021 ഹോപ്പ്ഫുള്ളി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ടൈം ആയിരിക്കും. അപ്പൊ വേണം നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ട്രാവൽ ചെയ്യാൻ. ഞങ്ങൾ ആക്ച്വലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സ്പെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി വ്ളോഗുകൾ എടുക്കാം. ഞങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. മോൻ കുഞ്ഞിതായത് കാരണം കുറച്ച് റെസ്ട്രിക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി കുഴപ്പമില്ല. അബി കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അബി, ഡു യു വാണ്ട് ബിസ്ക്കറ്റ്? Yes, please. ചോക്കി ബിസ്ക്കറ്റ്. ആൽക്കഹോൾ ഒന്നും അല്ല, നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത് തേങ്ങ വെള്ളം, കരിക്കും വെള്ളം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. ഇത് ആക്ച്വലി പറഞ്ഞാൽ വളരെ നാച്ചുറൽ ഡ്രിങ്ക് ആണ്. ഇതില് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് അവർ അവകാശപ്പെടുന്നത്. 99% കോക്കനട്ട് വാട്ടർ. 99 ആണോ? 99% കോക്കനട്ട് വാട്ടറും കുറച്ച് ആന്റി ഓക്സിഡൻസും ഉള്ളൂ. നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവറിംഗ് ആൻഡ് പ്രിസർവേറ്റീവ്സ്. പക്ഷെ അടിപൊളിയാ. നമ്മുടെ നാട്ടിലെ നല്ല ടേസ്റ്റാ. കരിക്ക് വെള്ളം പോലെയൊക്കെ തന്നെയുണ്ട്. എനിക്ക് കഷ്ടപ്പെടുകയും വേണ്ട, ജസ്റ്റ് ഒഴിച്ചു കുടിച്ചാൽ മതി. കൊള്ളാം.